ഇത് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു ചെറിയ തോട്ടമാണ് കേട്ടോ. അടുക്കളത്തോട്ടം, ചെറിയ ഡിസൈനാണ്. എല്ലാവിധ സാധനങ്ങളും വിധത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലായിരിക്കും അല്ലേ? കേരളത്തിൽ തീരെയും പരിചിതമല്ലാത്ത വേറൊരു കൃഷിയാണ് കേട്ടോ ഇത് വെർട്ടിക്കൽ ഫാമിംഗ്. ചിലവ് കുറയ്ക്കാൻ വേണ്ടി സാധാ കിട്ടുന്ന കമ്പ്, പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് മൊത്തം ചിലവായിരിക്കുന്നത് ഒരു 500 രൂപയുടെ പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു 100 രൂപയുടെ കയറുണ്ട്, ഒരു 2-3 മണിക്കൂറത്തെ പണിയുണ്ട്, ഒരു 100 രൂപയുടെ 150 രൂപയുടെ മൊത്തം ഒരു 1000 രൂപയുടെ ചിലവ്. വരുമാനമൊന്നും ആയിട്ടില്ല. ആദ്യത്തെ പരീക്ഷണമാണ്. എനിക്കും അറിയില്ല ഇതെന്താകുമെന്ന്. പക്ഷേ വിജയിക്കണം എന്നൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന 3-4 രീതികളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാനൊരു രീതി മാറ്റി. ഇതിന് ന്യൂട്രൻ്റ് ഫ്ലോ ടെക്നിക്ക്. അതിൽ സ്വല്പം ചെരുവുണ്ട് കേട്ടോ. ഈ ചെരുവിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം ഒഴുകി വരും. ഈ സൈഡ് വന്നത് താഴത്തെ സ്റ്റെപ്പിലേക്ക് കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതുകൊണ്ടുള്ള ലാഭം, ഒരിടത്ത് വെള്ളം കൊടുത്താൽ മതി, കൊടുക്കുന്ന വെള്ളം ഒഴുകി പോരുന്നുണ്ട്. ഇവിടെ വന്ന് ഇതിലേക്ക് വരും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് വേറൊന്നാണ് കേട്ടോ. തക്കാളി വെച്ചേക്കാണ്, പറിച്ചു വെക്കണം. ഇത്രയും തക്കാളി ഇതിൽ വളരാനുള്ള സ്ഥലമില്ല. ഇതിലുപയോഗിച്ചിരിക്കുന്നത് EBB ട്രെയിനാണ്. EBB ട്രെയിനിൽ ഇതിൽ വെള്ളം നിറയും. കുറേ വെള്ളം ഇങ്ങനെ കൂടുതൽ വെള്ളം വരും. അതിന് ശേഷം മൊത്തം ഡ്രെയിനാകും, പതിയെ ഡ്രെയിനാകും. താഴത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും മൈക്രോ ട്രിപ്പ് വരും. കാരണം ഈ ഡ്രെയിനിൽ വരുന്ന വെള്ളം ഓരോ ട്രിപ്പായിട്ട് അവിടെ ഇവിടെ എല്ലാം താഴ്ത്തി അടിക്കൊണ്ടിരിക്കും. ഇത് ഒരു ഡ്രെയിൻ ട്രിപ്പാണ്. ഇവിടുന്ന് വീണ്ടും EBB ട്രെയിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന സാധനം ഏതെങ്കിലും ഒരു ഭാഗത്തോടെ വേസ്റ്റ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകുന്ന പോലെ വരുത്തിരിക്കുക. ഒരേയൊരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ള ഇല്ലാത്ത അവരോടൊപ്പം രാസവളമൊന്നും ഇട്ടില്ല കേട്ടോ. അതിനു വേണ്ടി പൈസ മുടക്കുക എന്നൊക്കെ പറയുന്ന പോലെ നല്ല കാര്യമായിട്ട് തോന്നിയില്ല. ഇതിലൊക്കെ പെർമാകൾച്ചറിൻ്റെ ഡിസൈനുകളും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. മാറ്റണമെന്നൊരാഗ്രഹമുണ്ട്, ചിലപ്പോൾ മാറ്റും. പക്ഷെ വലിയ പണിയാണ്. അതൊക്കെ പെർമാകൾച്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരുപാട് വലിയ റേസ്ഡ് ബെഡ് വേണം. കൂടെ നോക്കുക, അത് 1 ഇഞ്ചിൻ്റെ അല്ല, 1 ഇഞ്ച് മണ്ണിലകത്തൊക്കെയാണ് ഈ കൃഷിയൊക്കെ നടക്കുന്നത്. പക്ഷേ മണ്ണില്ലാത്ത കൃഷി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മണ്ണിൽ ചെത്തുന്നാൽ കുഴപ്പമുണ്ട്. ഇത് ഹൈഡ്രോപോണിക്സാണ് കൃഷി. ഹൈഡ്രോപോണിക്സ് മണ്ണ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെയല്ല ഹൈഡ്രോപോണിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈഡ്രോപോണിക്സും ഈ പോളി ഹൗസും കൂടെ കൊടുത്തിട്ട് ഇത്ര സ്പീഡിൽ ചെയ്താൽ പോരാ ഈ വർക്കുകൾ. അപ്പോൾ ഇതിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം താഴത്തെ ചെടികളുണ്ട് വളർന്നിരിക്കുന്നത്. അത് തന്നെ കേട്ടോ, ടെക്നിക്കൊന്നും മാറ്റിയിട്ടില്ല. അതേ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ചീരയും നട്ടുപിടിപ്പിച്ച് നോക്കി വെറുതെ.
ഇത് ബോട്ടിൽ ഇതിനും കഥ പറയാനുണ്ട്. രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇതിൽ ഒരു ഡ്രിപ്പ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഡ്രിപ്പ് സിസ്റ്റം ഉപയോഗിച്ച് രാവിലെ മുതൽ വൈകുന്ന വരെ മൈക്രോ ഡ്രിപ്പ് ചെയ്യാൻ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ മതി. ബോട്ടിൽ കാട്ടിന് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. ഓക്കെ, സ്വല്പം അടുത്ത് പോയി കേട്ടോ, എൻ്റെ വേണ്ട കണക്കൊന്നും വന്നരുത്. തെറ്റുപറ്റിയത് ഞാനും അംഗീകരിക്കുന്നു. കാരണം കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്തതാണ്. ചെറിയ തെറ്റുകളൊക്കെ പറ്റും. ഇവിടം കൊണ്ട് സംഭവം ശരിയായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ശരിയായത് ക്ലിയർ ആക്കാൻ പറ്റിയില്ല. ഇതുപോലെ 3 അല്ലെങ്കിൽ 4 ചെടി നേരെ വെക്കുക. സൈഡ് മൊത്തം ഇത് കീറിയെടുക്കുക. പുറത്തെ ഭാഗത്ത് പ്ലാസ്റ്റിക് കവർ ചെയ്യും, ഉള്ളിൽ പ്ലാസ്റ്റിക് കീറിയെടുക്കുക. എന്നിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. മൊത്തം മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഗുണമുണ്ട് കേട്ടോ, ഗുണമില്ലെന്ന് കരുതരുത്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ, ആദ്യം എനിക്ക് കിട്ടിയ വെണ്ടയ്ക്കായ ഒരു ഇത്ര ആകുമ്പോൾ, ഈ വെണ്ടയ്ക്ക വലിപ്പമാകുമ്പോൾ മൂത്ത് പാകമാകുമായിരുന്നു. ഇപ്പം കിട്ടുന്ന വെണ്ടയ്ക്കായ ഏകദേശം നല്ല വെണ്ടയ്ക്കായി തുടങ്ങി. കഴിഞ്ഞ ദിവസമൊക്കെ വിളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെണ്ടയ്ക്ക അത് നല്ലൊരു വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ചെറിയ തോട്ടം അല്ലേ, ഇതിന്ന് 100 ടണ്ണൊന്നും ഉണ്ടാവില്ല കേട്ടോ. എണ്ണത്തിനനുസരിച്ച് നിൽക്കുന്ന ചെടിയുടെ അനുസരിച്ച് വെണ്ടയ്ക്ക ഉണ്ടാവും, അത്ര ഞാൻ ഉറപ്പ് പറയാം. നല്ലൊരു കാ പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നാടൻ വെണ്ട കേട്ടോ, വലിയ ഒഴുകുന്ന സൈസ് വെണ്ടയൊന്നുമല്ല. ഇത് ശാസ്ത്രീയ വെണ്ട ഏതാണെന്ന് എനിക്കറിയില്ല. ആ ശാസ്ത്രനാമം എന്താണെന്ന് ഞാൻ നോക്കാറില്ല. ഓക്കെ, ചീര നടണമെന്ന് നിങ്ങൾക്കൊക്കെ ആഗ്രഹം കാണുമായിരിക്കും അല്ലേ? എൻ്റെ രീതിയിൽ നട്ട് നോക്കുന്നു, ആണെന്ന് നട്ട് നോക്കി പരീക്ഷിച്ചു. വളരെ നിസ്സാരമാണ്. ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്ത് നിലത്ത് വിരിക്കുക, അതിൽ മണ്ണിട്ട് ഒരു കൂമ്പാരം ഉണ്ടാക്കുക, ചീരത്തൈ വേറെ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക, പറിച്ചൊരു മീഡിയ കാലത്ത് നടുക. കുറേ ചീരത്തൈ പറിച്ച് ഞങ്ങൾ കുറേ കറി വെച്ച കേട്ടോ, അല്ലാതെ ഇല്ലാഴുക വന്നതല്ല, നിറഞ്ഞുണ്ടായിരുന്നു. രാവിലെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ടോ, 2 ബോട്ടിൽ ഓരോ ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കുക. വൈകുന്നേരം 2-3 ബോട്ടിൽ, ഇപ്പോൾ 2 വെച്ചിട്ട് നമ്മൾ ഞാൻ ഇതേപോലെ ഒരു 3-4 അടി അകലത്തിൽ 2, ഇപ്പോൾ ഇത്ര ഉള്ളത് കൊണ്ട് 2 അടി അകലത്തിൽ, അല്ലെ 2 അടി 3 അടി അകലത്തിൽ 5 അടിക്ക് വെള്ളം കിട്ടുന്ന പോലെ വെള്ളം വെക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് വെള്ളം ഒഴുകി പോവില്ല, ചെറു നല്ല വെള്ളം ചെയ്തുള്ളൂ. പിന്നെ മേള് ഇതാണ് കേട്ടോ, പോളി ഹൗസാണ്. പോളി ഹൗസ് എന്നൊന്നും പറയില്ലേ, പാവപ്പെട്ടവൻ്റെ പോളി ഹൗസ് എന്ന് പറയാം, അതായിരിക്കും എൻ്റെ ശരി. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ചൂടുണ്ടാകും. പോളി ഹൗസ് എഫക്റ്റിൻ്റെ പഞ്ഞൊന്നുമില്ല, നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ ഇരുന്നിട്ട് പോലും എനിക്ക് തലയൊക്കെ വേർക്കുന്നുണ്ട്. അപ്പോൾ ചീര കണ്ടിച്ചെടുക്കരുത് കേട്ടോ, കണ്ടിച്ചെടുത്താലേ കാര്യമായിട്ട് ഗുണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി പറിച്ചത്. ആദ്യമേ ഞാനൊരു തവണ വളർന്നു വന്നത് കണ്ടിച്ചെടുത്ത് നോക്കി. കണ്ടിച്ചെടുത്തപ്പോൾ പിന്നെ കുറ്റി നിന്ന് ചീഞ്ഞ് പോവുക. കാരണം ആകെ 1 ഇഞ്ച് മണ്ണിനകത്തല്ലേ കൃഷി ചെയ്തിരിക്കുന്നത്. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് വളമൊക്കെ ഇട്ടിട്ടില്ലെന്ന്.
ഞാൻ ഇട്ടേക്കുന്ന വളം കാണിച്ചു തരാം. ഇതാ ആട്ടുംപിട്ട, ആടിൻ്റെ ചാണകം. ഞാനൊന്ന് പൊടിച്ചിട്ടിടുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ മൊത്തം പൊടിക്കണമെന്നല്ല, എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊടിക്കുവാണെങ്കിൽ കുറച്ച് പൊടിഞ്ഞതും കുറച്ച് പൊടിയാത്തതും ഉണ്ടാകും. പൊടിഞ്ഞത് ആദ്യമേ വളമാകും, പൊടിയാത്തത് പിന്നെ കിടന്ന് വളമാകും. നല്ലപോലെ ചീരണ്ടാകും, നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക. ഓക്കെ, ഇനി നിങ്ങളും ടേസ്റ്റായിട്ട് ചീര കഴിക്കുക. ബായ്. എൻ്റെ ഈ ചെറിയ ഗാർഡൻ സന്ദർശിച്ചതിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതിന്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നതിന്, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് എല്ലാത്തിനും ഒന്നിച്ച് നന്ദി. താങ്ക്സ്.